ജസ്റ്റീനിയൻ കോഡിനെ കുറിച്ചാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. റോം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന അവരുടെ നിയമങ്ങളും തത്വങ്ങളുമാണ്. റോമിലെ നിയമങ്ങളെ പ്രധാനമായും 3 തരത്തിലാണ് തരംതിരിച്ചത്. റോമൻ പൗരന്മാർക്ക് മാത്രം ബാധകമായ സിവിൽ നിയമങ്ങൾ, സാമ്രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ ജനകീയ നിയമങ്ങൾ, തത്വശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടവും കോടതിയുമായി ബന്ധമില്ലാത്തവയുമായ സ്വാഭാവിക നിയമങ്ങൾ. റോമൻ സമൂഹത്തെ 2 വിഭാഗമായി തരംതിരിച്ചിരുന്നു: പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും. പെട്രീഷ്യന്മാർ എന്നാൽ സമ്പന്നരായ അധികാരവർഗമായിരുന്നു. പ്ലബിയൻസ് എന്നാൽ കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സാധാരണക്കാരായിരുന്നു. കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചു പോന്നിരുന്നൊരു വിഭാഗമായിരുന്നു പ്ലബിയൻസ്. ഭരണത്തിൽ ഇവർക്ക് സ്ഥാനമില്ലായിരുന്നു. പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിമകളായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ധാരാളം അടിമ കലാപങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നു. BCE 73 മുതൽ 71 വരെ ധാരാളം അടിമ കലാപങ്ങൾ റോമിൽ നടന്നു. സ്പാർട്ടക്കസാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. BCE 73 ദക്ഷിണ ഇറ്റലിയിൽ 70,000 അടിമകളെ സംഘടിപ്പിച്ച് റോമൻ സാമ്രാജ്യത്തിനെതിരെ സ്പാർട്ടക്കസ് പടപൊരുതി. പക്ഷേ റോമക്കാർ സ്പാർട്ടക്കസിനെ വധിക്കുകയാണ് ഉണ്ടായത്. റോമൻ സമൂഹത്തിൽ വർഗ അസമത്വം നിലനിന്നിരുന്നു. പെട്രീഷ്യന്മാരും പ്ലബിയൻസും തമ്മിൽ നിരന്തര സംഘർഷങ്ങളുണ്ടായി. സ്ട്രഗിൾ ഓഫ് ഓർഡേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നിയമങ്ങളുടെ ഒരു ഏകീകരണ ആവശ്യമായി വന്നു. അങ്ങനെ പുതിയൊരു നിയമസംഹിത നിലവിൽ വന്നു. ഇതാണ് 12 നിയമങ്ങളുടെ പട്ടിക, ലോ ഓഫ് ദ 12 ടേബിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടാൽ കോടതിയിൽ ഹാജരാവണം. പെട്രീഷ്യന്മാരും പ്ലബിയൻസും തമ്മിൽ വിവാഹബന്ധം പാടില്ല. കൈക്കൂലി വാങ്ങുന്ന ജഡ്ജിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം. ഇതൊക്കെയാണ് 12 നിയമങ്ങളിൽ ഉൾപ്പെടുന്നത്. ജസ്റ്റീനിയൻ എന്ന റോമൻ ചക്രവർത്തി ഇതിനെയെല്ലാം ക്രോഡീകരിച്ച് റോമിൽ ഒരു പുതിയ നിയമസംഹിത കൊണ്ടുവന്നു. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. 3 ഭാഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്നതാണ് കോഡ്. ഡൈജസ്റ്റ് എന്നാൽ നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാൽ നിയമം പഠിക്കാൻ തയ്യാറാക്കിയ പുസ്തകമാണ്. യുക്തി, നീതി, ഔദാര്യം ഇവയെ ആധാരമാക്കിയാണ് ജസ്റ്റീനിയൻ തൻ്റെ നിയമസംഹിത രൂപീകരിച്ചത്. ഇതിനെ ആധാരമാക്കിയാണ് നെപ്പോളിയൻ്റെ നിയമസംഹിത ഉണ്ടാക്കിയത്. വിൽഡ്യൂറൻ തൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ബുക്കിൽ ജസ്റ്റീനിയനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ചരിത്ര നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കപ്പെടുകയും ചെയ്യും. റോം ലോകത്തിൽ നൽകിയ ഏറ്റവും വലിയ സംഭാവന ജസ്റ്റീനിയൻ കോഡാണ്. ആദ്യത്തെ വർഗസമരം സ്ട്രഗിൾ ഓഫ് ഓർഡേഴ്സ് നടന്നത് റോമിലാണ്. ലോകത്തിലെ ആദ്യത്തെ ത്രയാംഗ ഭരണം നിലവിൽ വന്നത് റോമിലാണ്. BCE 367 പ്രസിദ്ധപ്പെടുത്തിയ ലിസീനിയൻ നിയമങ്ങൾ വഴി ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി വിഭജിച്ചപ്പോൾ പ്ലബിയന്മാർക്കും നൽകപ്പെട്ടു. BCE 287 ലെക്സസ് ഹോട്ടൻസ എന്ന നിയമത്തിലൂടെ പ്ലബിയൻ സഭയിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ ബ്രിട്ടീഷന്മാർക്കും ബാധകമായി. റോം ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാറി.